അല്പസമയത്തിന് ശേഷം ലൈവിൽ നടക്കാൻ പോകുന്നത് ഓപ്പൺ നോമിനേഷനാണ്. ഇതുവരെ തുറന്നു പറയാത്ത ചില ഞെട്ടിക്കുന്ന ആരോപണങ്ങളൊക്കെ ഷാനവാസ് നിവിൻ്റെ നേരെ ഉന്നയിക്കുന്നുണ്ട്. വളരെ മോശമായിട്ട് ഡബിൾ മീനിങ് ജോക്കുകൾ അടിക്കുകയും വളരെ മോശമായിട്ട് പെരുമാറുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് ഷാനവാസ് നിവിനെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ആ പറഞ്ഞതിൻ്റെ കാരണം കൃത്യമായിട്ട് പ്രൊമോയിൽ കാണിച്ചിട്ടില്ല. ഇത് ലൈവിൽ നടക്കുമ്പോൾ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അതൊക്കെ കാണുന്നതിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഇന്ന് ഓപ്പൺ നോമിനേഷനാണ് നടക്കാൻ പോകുന്നത്. ഒരാഴ്ച മുന്നേ വലിയ പ്രശ്നങ്ങളൊന്നും വീട്ടിൽ നടന്നില്ലല്ലോ. അതുകൊണ്ട് ഒരു ഓപ്പൺ നോമിനേഷൻ നടക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരുടെയും മുൻപിൽ വെച്ച് പറയുമ്പോൾ അതൊരു പ്രശ്നങ്ങളിലേക്ക് ഒരു വഴി വയ്ക്കും. ഒരു തിരി കൊളുത്തി വെക്കുന്നത് പോലെയാണ്. ഉടനെ തന്നെ വൻ പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്ന് ബിഗ് ബോസിനും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഓപ്പൺ നോമിനേഷൻ വെക്കുന്നത്. ഷാനവാസ് നിവിനെ ഈ ഒരു കാരണം പറഞ്ഞ് നോമിനേറ്റ് ചെയ്തതിന് പകരമായി അഭിലാഷ് വന്ന് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഷാനവാസും നിവിനും തമ്മിലുണ്ടായ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ വേറൊരു കാര്യം പറഞ്ഞ് ഷാനവാസ് അങ്ങനെ നോമിനേറ്റ് ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞ് അഭിലാഷ് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നു. മാത്രമല്ല അതിനിടയിൽ ബിന്നി ആര്യനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ജിസയിൽ മാത്രം കൺഫെഷൻ റൂമിൽ പോയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും ലൈവിൽ ഇതൊക്കെ നടക്കുമ്പോൾ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ കാണുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഹൈപ്പ് ചെയ്യാൻ അറിയാവുന്നവരൊന്ന് ഹൈപ്പ് ചെയ്യണേ. ഞാൻ ഇതുവരെ അങ്ങനെ നമ്മുടെ ചാനലിൽ അങ്ങനെ ആരും ഹൈപ്പ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. എന്തായാലും കൂടുതൽ വീഡിയോസുമായി വീണ്ടും വരാം.